അപ്പോൾ രാവിലെകൾ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. രാവിലെ വന്നു ചായയൊക്കെ ഇട്ട് കുടിച്ചു, പ്രാർത്ഥിച്ചു. ഇനി സാമ്പാർ വെച്ചുകൊണ്ടിരിക്കുകയാണേ. സാമ്പാർ ഉള്ളി സാമ്പാറാണ്, കഷ്ണങ്ങളൊന്നും അധികം ഇല്ലാത്ത ഉള്ളി മാത്രമുള്ള വെങ്കായ സാമ്പാർ. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനിയും കുറച്ച് ഇഡ്ഡലി കോരി ഒഴിക്കണം. ഇഡ്ഡലി പുഴുങ്ങാനായിട്ടുള്ള പുറപ്പാടിലാണ്. അപ്പോൾ ഇഡ്ഡലി തട്ട് എല്ലാം വെച്ചിട്ട് ഇഡ്ഡലി കോരി ഒഴിക്കാം. എനിക്കാണെങ്കിൽ നല്ലതായിട്ട് വിശക്കുകയും ചെയ്യുന്നു. പിന്നെ ചായയൊക്കെ കുടിച്ച് വെയിറ്റ് ചെയ്യാം. ഇഡ്ഡലി വെന്തോന്നൊന്ന് നോക്കാം. കുത്തി നോക്കുമ്പോൾ അറിയാമല്ലോ ഇഡ്ഡലി വെന്തോന്ന്. കുറച്ചുകൂടെ ഒന്ന് വേവാനുണ്ട്. ഒരു 5 മിനിറ്റ് കൂടെ ഒന്ന് അടച്ച് വയ്ക്കാം. അപ്പോഴത്തേക്ക് ഇഡ്ഡലി അങ്ങ് റെഡി ആയിക്കോളൂ, അല്ലെങ്കിൽ ശരിയാവത്തില്ല. കടുക് വറക്കുമ്പോഴേ കുറച്ച് ജീരകവും കൂടി ഇടണം. നമ്മൾ സാമ്പാറിന് ഭയങ്കര രുചിയായിരിക്കും. മല്ലിയില ഇടേണ്ടവർക്ക് ഇടാം, കറിവേപ്പില ഇടാം. ഞാനിപ്പോൾ മല്ലിയില ഇല്ലാത്തതുകൊണ്ടാണ് ഇടാത്തത്. ഉള്ളി സാമ്പാറായതുകൊണ്ട് തന്നെ എക്സ്ട്രാ ഉള്ളി ഇട്ട് കടുക് വറക്കണ്ടെന്ന് എനിക്കങ്ങ് തോന്നി. അപ്പോൾ സാമ്പാറിനകത്തോട്ട് കടുക് വറുത്തൊക്കെ ഒഴിച്ച് നന്നായിട്ടൊന്ന് അടച്ചു വയ്ക്കാം. എന്നിട്ട് ഇഡലി ഇതുപോലെ നന്നായിട്ട് പക്ഷേ ഇളക്കിയെടുക്കാറായില്ല. ഇച്ചിരി തണുക്കണം. തണുക്കാതെ ഇഡലി സൈഡൊക്കെ പൊട്ടിപ്പോവും. ഇപ്പോൾ അതെല്ലാം നന്നായിട്ട് തണുത്ത് നല്ല സ്മൂത്തായിട്ട് ഇളക്കിയെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കിന്നൊരു 3 ഇഡലി വേണമെന്നാണ് തോന്നുന്നത്. ഇഡലിയുണ്ട്, സാമ്പാറും ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ അങ്ങനെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ എങ്ങനെയാണ് കഴിക്കുന്നതെന്നറിയാം. ഇതേപോലെ ഇഡലിയുടെ മുകളിലോട്ട് സാമ്പാർ ഒഴിക്കും. എന്നിട്ട് എങ്ങനെ അങ്ങോട്ട് കുതിർത്തിട്ട് കുഴച്ചിട്ട് ആണ് സാമ്പാറും ഇഡലിയും കൂടെ കഴിക്കുന്നത്. അപ്പോൾ ദൈവത്തിനെ പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാം കഴിക്കാൻ തുടങ്ങുകയാണ് ഞാൻ. അപ്പോൾ രാവിലത്തെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ഇനി ഒരുപാട് പാത്രം കഴുകാനുണ്ട്. വൈകിട്ടത്തേക്കുള്ള, അതായത് ഉച്ചക്കത്തേക്കുള്ള ഒരുപാട് ജോലികളിലോട്ട് പോവാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ദിവസങ്ങളുടെ തുടക്കം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഡേ.